അയോധ്യയിൽ പുതുതായി നിർമ്മിച്ച വിമാനത്താവളത്തിന്റെയും റെയിൽവേ സ്റ്റേഷന്റെയും ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. പ്രതിഷ്ഠാ ചടങ്ങ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണായുധമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി റോഡ് ഷോയും രാമജ്യോതി വീടുകളിൽ തെളിയിക്കണമെന്ന പ്രഖ്യാപനവും നടത്തി. അതേസമയം അയോധ്യ ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസ് നേരിടുന്നത് വലിയ പ്രതിസന്ധികളുമാണ്. വിശദമായ വിവരങ്ങൾ നോക്കാം. PJ അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, രാവിലെ 11 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി തൻ്റെ റോഡ് ഷോ ആരംഭിച്ചത്. 1 മണിക്കൂറോളം നീണ്ടുനിന്ന റോഡ് ഷോ 10 കിലോമീറ്ററോളം പിന്നിട്ട് അയോധ്യയിലെ പുതിയ നവീകരിച്ച റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് സമാപിച്ചത്. ഇവിടെ നിന്നും 4 ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ച പ്രധാനമന്ത്രി അതിനുശേഷം പോയത് പുതുതായി നിർമ്മിച്ച അയോധ്യ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ഇതിനുശേഷം സംസാരിച്ച പ്രധാനമന്ത്രി വലിയ രീതിയിൽ BJP എന്താണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന വർഗീയ ധ്രുവീകരണ മുദ്രാവാക്യം എന്താണെന്നുള്ളത് വെളിച്ചത്ത് വരുന്നതായിരുന്നു ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ അയോധ്യയിലെ പ്രസംഗം. ജയ് ശ്രീറാം വിളികളോടെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ജയ് ശ്രീറാം വിളികളോടെ തൻ്റെ പ്രസംഗം തുടങ്ങുന്ന ഒരു കാഴ്ചയും അയോധ്യ സാക്ഷിയായി. അതിനുശേഷം BJPക്ക് ഒട്ടും സ്വാധീനമില്ലാത്ത കേരളം പോലെയുള്ള തെക്കൻ സംസ്ഥാനങ്ങളെയും തൻ്റെ ഈ ഒരു പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി. കേരളത്തിലെ ശബരിമല, തമിഴ്നാട്ടിലെ മധുരയിലെ മധുര ക്ഷേത്രം, കൂടാതെ തെലങ്കാനയിലെ തിരുപ്പതി ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുന്ന തീർത്ഥാടന കാലത്തെക്കുറിച്ചും പരാമർശിക്കുകയുണ്ട്. കൂടാതെ രാമനെ കേരളത്തിലും വലിയ രീതിയിൽ ആരാധിക്കപ്പെടുകയും ആചരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള പരാമർശവും മോദി നടത്തുകയുണ്ടായി. കൂടാതെ വരുന്ന 22-ാം തീയതി രാജ്യത്തെ എല്ലാ ഭവനങ്ങളിലും രാമജ്യോതി തെളിയിക്കണമെന്നുള്ള ആഹ്വാനവും വലിയ രീതിയിലുള്ള ഒരു ആഹ്വാനവും മോദി ഈ ഒരു പ്രസംഗത്തിനിടെ പരാമർശിച്ചു. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ധ്രുവീകരണം തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ BJP എന്താണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ വ്യക്തമായിരുന്നു. അതേസമയം കോൺഗ്രസിൽ ഈ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പം തുടരുകയാണ്. അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച മുമ്പാണ് കോൺഗ്രസിന് ഇതുമായി ബന്ധപ്പെട്ട ക്ഷണം ലഭിക്കുന്നത്. പക്ഷേ ഒരാഴ്ച പിന്നിട്ടും ഇതിൽ ഒരു ഔദ്യോഗികമായ വിശദീകരണം നൽകുവാനോ മറുപടി മാധ്യമങ്ങളിലൂടെ അറിയിക്കുവാനോ ഇപ്പോൾ ഹൈക്കമാൻഡ് തയ്യാറായിട്ടില്ല. എന്തായാലും ഇക്കാര്യത്തിൽ അയോധ്യ വിഷയത്തിൽ ഇപ്പോൾ പരസ്യമായ പ്രതികരണം വേണ്ട എന്നുള്ളതാണ് ഹൈക്കമാൻഡ് നേതാക്കളെ ഇപ്പോൾ അറിയിക്കുന്നത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ വരുന്ന ദിവസങ്ങളിലും കോൺഗ്രസിൻ്റെ ഉള്ളിൽ ചർച്ചകൾ ഉയർന്നു വന്നേക്കാം. അസിത.